ഇന്നലെ നമ്മൾ ഇട്ടതിൻ്റെ അടുത്ത ഭാഗമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കുറച്ച് ലെങ്തി ആയതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ രാവിലെ അമ്പലവും പിന്നെ സംസമിലെ ഫുഡും പിന്നെ ലുലുവും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം നേരെ പോകുന്നത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അത് കാരക്കാമണ്ഡപം എന്ന് പറയും. വെള്ളായണി ഭഗവതി ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്താണ്. പിന്നെ അതുപോലെ തന്നെ നേമത്തിനൊക്കെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ലുലുവിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ രാത്രി ഏകദേശം 9 മണിയായിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 2-3 തവണ ഞാനും നാത്തൂനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയും ലേറ്റായിട്ട് ഞങ്ങളെ കാണാത്തതുകൊണ്ടൊക്കെ. അപ്പോൾ രാത്രിയിലത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ഒക്കെ നാത്തൂൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ കിടന്നുറങ്ങി. പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നും തോന്നിയില്ല കേട്ടോ. അടുത്ത ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. ഈ ഒരു പിക്ചറും നേരത്തെ കാണിച്ച മീനിൻ്റെയും നാത്തൂൻ്റെ മോള് വരച്ചതാണ്. അപ്പോൾ മോൾ ഇവിടെയില്ല, മോൾക്ക് ബാംഗ്ലൂരിലാണ് ജോലി. ഇടയ്ക്കൊരു ബാംഗ്ലൂർ ഡേയ്സിൻ്റെ വീഡിയോയിലൊക്കെ മോളെ കാണിച്ചിട്ടുണ്ട്. ഇത് നാത്തൂൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 പേർക്കും ഈ ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ചെടിയൊക്കെ അറേഞ്ച് വയ്ക്കാനും അതുപോലെ കുറേ അട്രാക്റ്റീവായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നല്ല ഭംഗിയായിട്ട് നാത്തൂനൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയായിരുന്നു കേട്ടോ ഈ ഇരിക്കുന്ന ടിങ്കു. കുറേ നാളായി മരിച്ചിട്ട്, കുറച്ച് വർഷമായി കേട്ടോ മരിച്ചിട്ട്. നല്ല സ്നേഹമാണ്. പണ്ട് നമ്മൾ വരുമ്പോഴൊക്കെ നമ്മളെ അടുത്തോട്ടൊക്കെ ഒന്ന് ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുന്ന ഇതാണ് കേട്ടോ ടിങ്കു. അങ്ങനെ രാവിലെ ഞാൻ മുറ്റത്തിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എത്ര വെയിൽ വന്നാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഭയങ്കര വെയിലൊന്നും തോന്നത്തില്ല. നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യേ. കുറേ ചെടികൾ നിൽക്കുന്നത് കൊണ്ടും പിന്നെ അതുപോലെ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ടായിരിക്കും ചെടികളൊക്കെ കുറേ ഭംഗിയായിട്ട് നല്ലതായിട്ട് നല്ല നീറ്റായിട്ട് നല്ല അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ കൂടി അടുക്കിയൊക്കെ വെക്കാനുണ്ടെന്നാണ് നാത്തൂൻ പറഞ്ഞത്. കുറേ ചെടികളൊക്കെ പോയെന്ന് പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ഇവിടുത്തെ അമ്മ, അതായത് നാത്തൂൻ്റെ അമ്മായിമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു സമയമായിട്ട് കുറേ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം പഴയതുപോലെ കുറച്ച് അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പവിഴമുല്ലയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് അങ്ങ് അട്രാക്റ്റ് ചെയ്യുന്നൊരു വല്ലാത്തൊരു മണമാണേ. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിവിടെ നാത്തൂൻ്റെ വീട്ടിലും ഉണ്ട്, കൊട്ടാരക്കരൻ്റെ നാത്തൂൻ്റെ വീട്ടിലും ഉണ്ട്. അത് വലിയ മരം ആവുന്നതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ മുറ്റത്തൊന്നും കൊണ്ട് നട്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ കുറച്ച് പൊക്കത്താണ് ഇരിക്കുന്നത്. അടുത്ത മതിൽ ഭാഗത്തൊന്നും ഒന്നും വെക്കാനും പറ്റത്തില്ല. വേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങും. വെറുതെ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ റോഡിലെങ്ങും ഒരു മനുഷ്യരും ഇല്ല. ഇത് ബസ് റൂട്ടാണ് കേട്ടോ. സിറ്റി ഫാസ്റ്റൊക്കെ പോകുന്ന ഒരു റൂട്ടാണ്. ഈ ഒരു റോഡിൽ പ്രൈവറ്റ് ബസ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിൽ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടുന്ന് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വെള്ളായണിയിൽ പിന്നെ പുഞ്ചക്കരി പാടം, പിന്നെ അതുപോലെ നമ്മുടെ കിരീടം ഷൂട്ട് ചെയ്തൊരു പാലം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനടുത്താണ്. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര റഷാണെന്നാണ് മോൻ പറഞ്ഞത്. പിന്നെ അകത്ത് കയറിയിട്ട് ഈ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യുന്നത് നാത്തൂൻ്റെ മോനാണ് കേട്ടോ. ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ചുകൂടെ സ്റ്റഡി ആയിട്ട് ഫോൺ വെക്കുന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് 2 വീഡിയോ എടുത്തു തന്നു. പിന്നെ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ സേമിയയും ക്യാരറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഉപ്പുമാവും റൈസിൻസൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചായിരുന്നു നേരത്തെ തന്നെ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് കേട്ടോ നാത്തൂന് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ ടീച്ചറാണെന്ന്. അപ്പം സൺഡേ മാത്രമേ ഉള്ളൂ മിക്കവാറും വീട്ടിലൊക്കെ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി കാണിക്കാൻ പോകുന്നത് അൺബോക്സിംഗ് ആണേ. എന്താ ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ചതെന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ പാനസോണിക്കിൻ്റെ ഈ ഒരു ബുള്ളറ്റ് മിക്സിയാണ് കേട്ടോ എടുത്തത്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഇതൊന്ന് വാങ്ങിക്കണമെന്ന്. പല വീഡിയോസിലും കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്ന് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പം അതങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഇനി വീട്ടിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. അടുക്കളയിൽ നമുക്ക് ഒരു സ്ലാബിന് വീതി കുറച്ച് കുറവാണ്. ഇങ്ങനെ നീളമുണ്ട്, എൽ ഷേപ്പിൽ നീളമുണ്ട്, പക്ഷേ വീതി കുറച്ച് കുറവാണ്. അതിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് വെക്കാനുള്ളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചെല്ലാം ഒതുക്കിയൊക്കെ വെക്കണം. ഞാൻ അവിടെ തന്നെ ഓവനും പിന്നെ ഗ്യാസ് സ്റ്റൗവ് പിന്നെ ആ ഒരു കോർണർ ഷെൽഫ് അല്ലാത്ത ഷെൽഫും പിന്നെ അതെല്ലാം വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പേസ് കണ്ടുപിടിക്കണം. ഉച്ചക്കലത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്തതും പിന്നെ ബീട്രൂട്ട് തോരനും പിന്നെ ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ ഒഴിക്കാനായിട്ട് സാമ്പാർ ചീരയും പിന്നെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ താഴോട്ട് പോവാണ്.
ഒരുപാടൊന്നും പോകണ്ട, ഒരു 5 മിനിറ്റൊക്കെ നടന്നാൽ, 5 മിനിറ്റ് പോലും ഇല്ല, തൊട്ട് താഴെയാണ് നാത്തൂൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ കയറി പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേരെ വീട്ടിലോട്ട് പോകണം. നെടുമങ്ങാട് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പം നമ്മൾ കരമനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. കുറേ പൂക്കടകളുണ്ട്, പിന്നെ ശരിക്കും അമ്പലങ്ങളുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക്. എപ്പോൾ ഞാൻ വന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് സ്വീറ്റ് സ്റ്റാളിൽ പോയി എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പാസ് ചെയ്യാൻ പോവാണ്. ട്രിവാൻഡ്രമൊക്കെ വിട്ട് താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പം ആ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ച് വരുമായിരിക്കും. ഞാൻ അതേപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, അയ്യോ നമ്മൾ പണ്ടൊക്കെ സ്ഥിരം പൊക്കോണ്ടിരുന്ന സ്ഥലമാണല്ലോ. നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്, MLA ഹോസ്റ്റലാണ്, പിന്നെ ഓപ്പോസിറ്റാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചാലേ എപ്പോഴെങ്കിലും നമുക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതേപോലത്തെ വീഡിയോസ് എടുത്തൊന്ന് കണ്ടാൽ മതിയല്ലോ. ഇത് പിന്നെ നമ്മൾ ഇന്നലെ രാവിലെ വന്നിട്ടില്ലായിരുന്നോ, നമ്മൾ PMGയിലുള്ള നിയമസഭാ മന്ദിരം, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രം. അപ്പം ഇതിപ്പം നടയൊന്നും തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ, ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് പാസ് ചെയ്ത് പോയതാണ്. മസ്കറ്റ് ഹോട്ടൽ, പിന്നെ അതുപോലെ തന്നെ സൂവ്, നമ്മുടെ CSI ചർച്ച്. ഈ ഒരു ചർച്ചൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതാണെന്നറിയാമോ. പണ്ടൊക്കെ ഈ ഒരു ചർച്ച് കാണുമ്പോൾ പേടിയായിരുന്നു കേട്ടോ, ഡ്രാക്കുള കോട്ടയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയായിരുന്നു. പിന്നെയല്ലേ മനസ്സിലായത്. അപ്പം നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് സൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചർച്ചാണ് കേട്ടോ അത്. ഏതോ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെ തോന്നും, അത്രയും സ്ഥലം കാണുമ്പോഴത്തേക്കും. ആ കല്ലുകൊണ്ടൊക്കെ കെട്ടിയേക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. കനകക്കുന്ന് പാലസൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ കുറേ നടക്കുന്നതൊക്കെ കണ്ടായിരുന്നേ അതിൻ്റെ ഉള്ളിലോട്ട്. ഇതിപ്പം സൂവിൽ നമ്മൾ പുറത്തിറങ്ങുന്ന ആ ഒരു വഴിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മളിങ്ങനെ മുമ്പിലോട്ട് പോവാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എപ്പോഴും എന്തെങ്കിലും വിശേഷങ്ങൾ, ഇനിയിപ്പോൾ ഓണമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എപ്പോഴും പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു എയ്റോപ്ലെയിൻ മോഡലൊക്കെ കാണുമ്പം ചെറിയ പ്രായത്തിൽ നമ്മൾ ബസ്സിലിരുന്ന് വരുമ്പം, അപ്പൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ബസ്സിലിരുന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിതൊക്കെ കാണുമ്പം ഭയങ്കര രസമാണ്. എത്ര തവണ നമ്മൾ വന്നാലും നമുക്ക് ഓരോ പ്രാവശ്യം ഈ സൈഡ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും അടി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞാനും അനിയത്തിമാരായാലും മിക്കവാറും എനിക്ക് തന്നെ കിട്ടും സൈഡ് സീറ്റ് കാണുന്നത്. ചെറിയ പ്രായത്തിൽ എനിക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് മിക്കവാറും സൈഡ് സീറ്റ് ഞാനായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കവടിയാർ പാലസും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ LLBക്ക് പഠിച്ച ലോ അക്കാഡമി അവിടെയാണ്. ഇവിടെല്ലാം ഒരുപാട് മാറ്റമായി കേട്ടോ, വഴയിലെ പാലവും. ഇനിയിപ്പം റോഡ് പണി ഇവിടെ 4 വരി പാത ആക്കുന്നതുകൊണ്ട് നമ്മൾ കരകുളം കഴിഞ്ഞിട്ട് തിരിഞ്ഞാണ് പോകുന്നത്. കുറച്ച് ഒരു റിമോട്ട് ഏരിയയിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ കറക്റ്റ് നെടുമങ്ങാടെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോയി തൊഴുതിട്ട് വന്നായിരുന്നു. നട തുറന്ന് ഇരിക്കുമായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടന്നു. LP സ്കൂളിനോട് ചേർന്നിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ വീടൊക്കെ കുറേ പഴയതായി. പണ്ട് ഞങ്ങളുടെയും അനിയത്തിമാരുടെയും കല്യാണ സമയത്തായിരുന്നു പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇപ്പോൾ കുറേ വർഷമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചെല്ലുമെന്നൊക്കെ വിചാരിച്ച് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് വണ്ടിയൊന്നും നിർത്തി പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് തന്നെ കഴിച്ചത് കേട്ടോ. ഇവിടെ നമ്മൾ ചോറ് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ആ വലിയ അരിയല്ല, ചെറിയ ടൈപ്പ് ഉണ്ടല്ലോ, ചെങ്കൽപ്പെട്ട് അല്ലെങ്കിൽ ഡൊപ്പി അരി, അതൊക്കെ പോലത്തതാണേ. അങ്ങനത്തെ നമ്മൾ അതൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നല്ലോണം രാത്രിയായിട്ടുണ്ട്. ഇനിയിപ്പം നാളെ സ്കൂളിൽ പോകണം, മോൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ലേറ്റായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി, ഒന്ന് കിടന്നാൽ മതി എന്നുള്ള മട്ടിലാണ് കേട്ടോ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.